ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ കവചമാണ് സമുദ്രങ്ങളും ജലാശയങ്ങളും. വ്യാവസായിക അടിസ്ഥാനത്തിൽ സമുദ്രത്തിൻ്റെയും ജലാശയങ്ങളുടെയും മേലെ കൈവയ്ക്കാനായിട്ട് വൻ വ്യവസായികളെ സർക്കാരുകൾ കൂട്ടുപിടിക്കുകയാണ്. 2021 ഫെബ്രുവരി മാസം 17 രാജ്യത്ത് ഭൗമ മന്ത്രാലയം വെബ്സൈറ്റിൽ നീല സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന വലിയ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന ഈ നയം പ്രഖ്യാപിച്ചത്. വെറും 10 ദിവസം മാത്രമേ പൊതുജനങ്ങൾക്ക് ഇതിന്മേൽ അഭിപ്രായം പറയാൻ പോലും സമയം നൽകിയിട്ടുള്ളൂ. ഞാനന്ന് 2021 ഫെബ്രുവരി മാസം 26 ഈ ഭൗമ മന്ത്രാലയത്തിൽ കടലെന്ന സംഘടനയുടെ പേരിൽ വളരെ വ്യാപകമായ ആഘാതങ്ങളുള്ള, പ്രത്യേകിച്ച് രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളെയും അതോടൊപ്പം തന്നെ രാജ്യത്തെ പരിസ്ഥിതിയെയും ബാധിക്കുന്ന വ്യാപകമായ ഈ വിഷയം 9 തീരദേശ സംസ്ഥാനങ്ങൾ, അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ, മത്സ്യത്തൊഴിലാളികൾ, പരിസ്ഥിതി പ്രവർത്തകർ ഇവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടത് ഈ നയം പ്രാദേശിക ഭാഷയിൽ പരിഭാഷപ്പെടുത്തി മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലഭ്യമാക്കാനായിട്ടാണ്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും വേണ്ടത്ര ജാഗ്രതയോടോ ശ്രദ്ധയോടോ എടുത്തിട്ടില്ല. ഈ 2021 പ്രഖ്യാപിക്കപ്പെട്ട നയം നമ്മുടെ കേരളത്തിലേക്ക് തന്നെ നടപ്പിലാക്കാനായിട്ടാണ് വരുന്നത്. 2025 ജാനുവരി മാസം 11, 12 തീയതികളിൽ കൊച്ചിയിൽ റെനെ ഹോട്ടലിൽ വച്ച് നടത്തിയ ഒരു സംരംഭകരുടെ സമ്മേളനമാണ്. സംരംഭകർ ആകർഷിക്കാനാണ്. ആ സമ്മേളനത്തിലും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് ഒരു പബ്ലിക് റോഡ് ഷോ നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഇക്കാര്യം അറിഞ്ഞിട്ട് ഉടൻ തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു. അങ്ങ് പറയുന്നത് കൃത്യമായ ഒരു പാരിസ്ഥിതിക പഠനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല, മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക കേട്ടിട്ടില്ല, എടുത്തുചാടി ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ്. ഈ നടപടിയും നയവും യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാക്കളായ നിതി ആയോഗ് മാത്രമാണ് ചർച്ച ചെയ്തത്. ഈ നിതി ആയോഗിൽപ്പെട്ട വിദഗ്ധര് അവർ ഈ കടലും കടലിന്റെ പരിസ്ഥിതി എന്തുമാത്രം അറിയുമെന്ന് അറിയത്തില്ല. അപ്പൊ ദൈനംദിനം കടലുമായി ഇടപെടുകയും കടലിന്റെ വിഭവങ്ങൾ പിടിച്ച്, കടലിന്റെ വിഭവങ്ങൾ പിടിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായ പാവപ്പെട്ട ആളുകളുടെ പ്രോട്ടീൻ നൽകപ്പെടുന്ന ഒരു മേഖലയാണ് ഈ മത്സ്യം. അപ്പോൾ ഇത്രയും മത്സ്യങ്ങൾ പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഖനനം പിടിച്ചെടുക്കാനായിട്ട് ഈ കേരളത്തിൽ തന്നെ 20 ലക്ഷം മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കും. ഈ സംസ്ഥാനങ്ങൾ, തീരദേശമുള്ള സംസ്ഥാനങ്ങൾ ഈ ആശങ്ക കേന്ദ്രത്തെ അറിയിക്കേണ്ടതില്ല. അങ്ങനെ ഒരു ഇടപെടൽ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി മനസ്സിലാക്കുന്നുണ്ടോ? കേരളത്തിന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു അപേക്ഷ കൊടുത്തതായിട്ട് അറിയുന്നുള്ളൂ. പക്ഷേ തമിഴ്നാട്ടിൽ കന്യാകുമാരി പ്രദേശത്തൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നീക്കം നടത്തിയപ്പോൾ അവിടുത്തുള്ള ആബാലവൃദ്ധം ജനങ്ങൾ ഒരു വ്യത്യാസമില്ലാതെ അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും മറ്റ് പ്രവർത്തകരും ഒക്കെ ഒരുമിച്ചുകൂടി സംഘടിച്ച് ശക്തമായി നീങ്ങിയതിന്റെ ഭാഗമായിട്ട് തമിഴ്നാട് നിയമസഭ അവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങൾ കൊണ്ടുകൊണ്ട് നിയമസഭ അടിയന്തരമായി പ്രമേയം പാസാക്കുകയും ഈ മണൽ ഖനനം ഇവിടെ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി അതിന്റെ വെളിച്ചത്തിൽ അത് നിർത്തലാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നിതാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഒരു ചർച്ചയും അല്ലെങ്കിൽ വേണ്ടത്ര ഗൗരവമേറിയ പഠനങ്ങൾ കൂടാതെ പെട്ടെന്ന് കടൽ ഖനനം ചെയ്യാനായിട്ട് നടത്തുന്ന ആ നീക്കം കേന്ദ്ര സർക്കാർ നിർത്തിവെക്കണം. അതോടൊപ്പം പ്രതിഷേധവുമായി പോവുകയാണല്ലോ, അടുത്ത ദിവസങ്ങളിൽ ഈ ഹർത്താൽ പോലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു എന്ന് കേട്ടു. അതുപോലെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാരിനോടാണ്. ഇത്രയും ദീർഘമായ 590 കിലോമീറ്റർ ദീർഘമായ കടൽ തീരമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കടൽ തീരം യഥാർത്ഥത്തിൽ മത്സ്യസമ്പത്ത് കൊണ്ട് സമ്പുഷ്ടം മാത്രമല്ല, കടൽ തീരം തന്നെ വളരെ മനോഹരമാണ്. ഇതൊക്കെ നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അടിയന്തരമായി അടുത്ത് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ
ഒരു യോജിച്ച പ്രമേയം പാസാക്കി ഈ മണൽ ഖനനം നിർത്തിവെക്കാനായിട്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം. 3, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കടലിൽ വിഭവങ്ങളും ധാതുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അതിന്റെ പ്രത്യാഘാതങ്ങളും അതിന്റെ ഗുണഫലങ്ങളും ലഭ്യമാകുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ 2022 ഖനനം സംബന്ധിച്ചൊരു നിയമം ഉണ്ടായിരുന്നു. അത് പറഞ്ഞിരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പൊതുമേഖലയ്ക്കേ കൊടുക്കത്തുള്ളൂ. അത് പെട്ടെന്ന് ഈ പറഞ്ഞിരിക്കുന്ന 2023 പെട്ടെന്ന് പാർലമെന്റ് വേണ്ടത്ര ചർച്ചകൾ കൂടാതെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാനുള്ളൊരു നിയമം അമെൻഡ് ചെയ്ത് പാസ്സാക്കിയിട്ടുണ്ട്. അത് വലിയ അപകടകരമാണ്. അത് പാർലമെന്റിൽ വേണ്ടത്ര ചർച്ച ചെയ്തില്ല. ഈ കടലിൽ സമ്പത്തിന്മേൽ നീലസമ്പത്ത് വ്യവസ്ഥയിന്മേൽ ചർച്ചയ്ക്ക് പാർലമെന്റേറിയൻസ് ആവശ്യപ്പെട്ടിരുന്നു. അത്തരം ചർച്ചകളും നടന്നില്ല. അപ്പൊ ചർച്ചകൾ കൂടാതെ പൊതുജനങ്ങളുടെ കൂടെ അഭിപ്രായങ്ങൾ സമാഹരിക്കും. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അങ്ങനെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടാതെയൊക്കെ കേരളത്തിന്റെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും ഒക്കെ അധികാര പരിധിയിൽ വരുന്നു. നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നത് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള കടല് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ വരുന്നതാണ്. അപ്പോൾ ആ ഫെഡറൽ സംവിധാനത്തിന് തന്നെ ദോഷകരമാകുന്ന രീതിയിലുള്ള നിലപാടുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത്തരം കാര്യങ്ങൾ ഗ്രഹിച്ച ഉടൻ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മത്സ്യത്തൊഴിലാളികൾ, മത്സ്യ ഉപഭോക്താക്കൾ, മത്സ്യ വിപണന രംഗത്ത് നിൽക്കുന്ന ആളുകൾ, മത്സ്യം ഭക്ഷിക്കുന്ന ആളുകളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ 27-ാം തീയതി സംസ്ഥാന വ്യാപകമായിട്ട് ഹർത്താൽ ആചരിക്കുവാനായിട്ട് മത്സ്യത്തൊഴിലാളി സംഘടനകൾ മത്സ്യത്തൊഴിലാളികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കൊല്ലത്ത് നീണ്ടകര ശക്തികുളങ്ങരയൊക്കെ പോകുമ്പോൾ അവിടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മനസ്സിലാക്കുന്നത് കോവിഡിന് ശേഷം ബോട്ടുടമകൾ അവരുടെ ബോട്ടൊക്കെ മുറിച്ച് വിൽക്കുന്ന സാഹചര്യമാണ്. കാരണം അവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, വലിയ പ്രതിസന്ധിയുണ്ട്. ഈ ആദ്യം പറഞ്ഞതുപോലെ മുതലപ്പുഴി, നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ മുതലപ്പുഴിയുടെ പ്രശ്നം, വിഴിഞ്ഞം തുറമുഖ സമരം, വികസനം വേണമെന്ന് ഒരു ഭാഗം വാദിച്ചപ്പോൾ തന്നെ തീരശോഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. അത് സംഭവിക്കുകയും ചെയ്തു. അത് എന്തുകൊണ്ട് എന്നത് സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ അങ്ങ് ചൂണ്ടിക്കാട്ടുന്നത് അത് തന്നെയാണ്. പഠനങ്ങളില്ലാതെ കാര്യങ്ങളിലേക്ക് പോയാൽ അത് അപകടം ക്ഷണിച്ചു വരുത്തും എന്നത് തന്നെയാണ്. അത് തന്നെയാണെന്ന് കേരളത്തിൽ ഇത്രയധികം മത്സ്യത്തൊഴിലാളികൾ അവർ സ്വയം തൊഴിലെടുക്കുന്നവരാണ്, സർക്കാർ തൊഴിൽ കൊടുക്കുന്നതല്ല. അവരുടെ അധ്വാനത്തിന്റെ ഫലം സർക്കാരിന്റെയും പൊതുഖജനാവിന്റെയും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരണത്തിലൊക്കെ സഹായിക്കുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ പ്രതിസന്ധികളിൽ വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു മനുഷ്യത്വപരമായ ഇടപെടൽ ഇതുവരെ ഉണ്ടാകുന്നില്ല. ഈ കഴിഞ്ഞ വർഷവും ഞങ്ങൾ പറഞ്ഞതാണ്, ധാരാളം മത്സ്യബന്ധന ഉരുക്കൾ ആ മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടു. ധാരാളം മത്സ്യത്തൊഴിലാളികൾക്ക് അപകടമുണ്ടായി. 10ഓളം മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ വർഷവും മരണപ്പെട്ടു. ഈ വർഷവും ഫെബ്രുവരി മാസമായി. ഇനി ജൂൺ ജൂലൈ മാസത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ അപകടകരമായ അവസ്ഥയാണ്. അവിടെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ അദാനിയുമായി ഏർപ്പെട്ട കരാറിന്റെ ഭാഗമായി അദാനി അവിടെ ഡ്രഡ്ജ് ചെയ്യേണ്ടിയിരുന്നതാണ്. അദ്ദേഹത്തിന്റെ പണിയും തീർത്ത് സ്ഥലം വിട്ടു. കേരള സർക്കാരാണ് അദ്ദേഹവുമായിട്ട് കരാറുണ്ടാക്കിയത്. പക്ഷേ അത് ഡ്രഡ്ജ് ചെയ്യിക്കാൻ പോലും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണെന്നുള്ളത് അത് മത്സ്യത്തൊഴിലാളികൾ വളരെ ആശങ്കയോടുകൂടി വളരെ വേദനയോടുകൂടി നോക്കിക്കാണാണ്.